ഹലോ എവറി വൺ. നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റിയുടെ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നമ്മുടെ മൺഡേത്തേക്കുള്ള അനാലിസിസ് ആണ്. സോ നമ്മൾ ഈ ചലഞ്ച് ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. സോ ഏൺ ചെയ്യുക അതാണ് നമ്മുടെ സ്ട്രാറ്റജി. സോ ഫസ്റ്റ് നമ്മുടെ നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്യാപ് ഡൗൺ ആയിരുന്നു. ഓക്കെ, സഡൻ ഒരു ന്യൂസ് ഉണ്ടായി. വാർ ന്യൂസിൻ്റെ ബേസിലാണ് അത്ര ഹ്യൂജ് ഗ്യാപ് ഡൗൺ ആയി. ആൻഡ് ദെൻ മാർക്കറ്റ് ഓപ്പൺ ഈക്വൽ ടു ഹൈ അത് ക്രിയേറ്റ് ചെയ്തിട്ടാണ് സഡൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ലോ ഫോം ചെയ്തിട്ടാണ് സഡൻ മാർക്കറ്റ് ബൗൺസ് ആയി. ഓക്കെ, ബൗൺസ് ആക്ച്വലി വരേണ്ടതായിരുന്നു. റീസൺ എന്ന് വെച്ചാൽ എന്തിൻ്റെ റീസൺ, ആ ഒരു റീസൺ മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫോർത്തിൻ്റെ ഫോൾ ആണെങ്കിൽ, ഫോർത്തിൻ്റെ വേവിൻ്റെ ഫോൾ, ദാറ്റ് മീൻസ് ഫോർത്ത് വേവിൻ്റെ റൂളിലാണ് മാർക്കറ്റ് എപ്പോഴും ബൈ ഓൺ ഡിപ്പ് ആയിരിക്കും. ഓക്കെ, ഞാൻ ഇൻ ഷോർട്ട് ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. നമ്മുടെ ഒത്തിരി ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർ ഐ തിങ്ക് വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. ഒത്തിരി പേര് അങ്ങനെയാണ്, അവർ മടി പിടിച്ചിട്ട് ഇരിക്കുന്നതാണ്. സോ മസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഇലിയറ്റ് വേവ് ഇമ്പൾസ് ആ വീഡിയോസ് ലേണിംഗ് വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ പോകുകയാണെങ്കിൽ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. ലേണിംഗ് വീഡിയോസിൻ്റെ അകത്താണ് ഇലിയറ്റ് വേവിൻ്റെ വീഡിയോ. സോ ഇൻ ഷോർട്ട് ഞാൻ വേഗം പറഞ്ഞു തരാം. മാർക്കറ്റ് മോസ്റ്റ്ലി മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? 1, 2, 3, 4 and 5 ഇങ്ങനെയാണ് മാർക്കറ്റിൽ സ്ട്രക്ചർ മൂവ് ചെയ്യാറുള്ളൂ. എല്ലാം സ്ട്രക്ചർ മാർക്കറ്റിന് ഇങ്ങനെ തന്നെയാണ്. 1 minute ടൈം ഫ്രെയിം, 5 minutes ടൈം ഫ്രെയിം, ഓർ 15, 1 hour, 1 day. മോസ്റ്റ്ലി സ്ട്രക്ചർ മാർക്കറ്റ് ഇങ്ങനെയാണ്. സെക്കൻഡ് സ്ട്രക്ചർ വരുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഈ ഒരു ABC, ഇല്ലറ്റ് വേവ് കറക്ഷൻ വേവ് ABC. ഓക്കെ, സോ ഇത് തേർഡിൻ്റെ എക്സ്റ്റൻഷനിൽ 1, 2 തേർഡ് എക്സ്റ്റൻഷനിലായിരുന്നു. പിന്നെ ഫോർത്തിൻ്റെ ഈ ഫോൾ വന്നല്ലോ, ഫോർത്തിൻ്റെ ഈ ഒരു ഫോൾ വന്ന് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർത്തിൻ്റെ ഫോൾ എത്ര വരേണ്ടതാണ്? 50% വരേണ്ടതാണ്. സോ ബോട്ടം ടു ഇത് ഐ തിങ്ക് ന്യൂ സബ്സ്ക്രൈബേഴ്സ് അവർ ഇത് അവോയ്ഡ് ചെയ്യുക. എന്ന് വെച്ചാൽ അവർ കൺഫ്യൂസ്ഡ് ആകും. റെഗുലർ സബ്സ്ക്രൈബേഴ്സ്, ഓൾഡ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഒരു വർഷമായിട്ട് തന്നെ ഇവർ കണ്ടിന്യൂ ചെയ്ത് നോക്കണം. അവർക്കാണ് ഇത് ആക്ച്വലി ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുള്ളൂ. എന്ന് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അവർക്കത് സ്ട്രക്ചറിൽ ചിലപ്പോൾ കൗണ്ടിങ്ങിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. സോ ഇത് എന്താ ചെയ്യുക? എക്സ്റ്റൻഷൻ ഫിബൊനാച്ചിയൊക്കെ ഇത് ഫോർത്തിൻ്റെ ഫോല് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 50% വന്നതാണ്. 38.20% വന്നതാണ്. ഇത് കണ്ട പ്രോപ്പർലി 38.20% വന്നു. ആൻഡ് ദെൻ അവർ വീണ്ടും ബൗൺസ് എടുത്തു. സോ അത് സ്റ്റിൽ ഫിഫ്ത്തിൽ എൻറ്റേഡ് ആയിട്ടില്ല. ഓക്കെ, സ്റ്റിൽ ഫിഫ്ത്തിൽ എൻറ്റേഡ് ആയിട്ടില്ല. തേർഡ് എക്സ്റ്റൻഷനിലാണെങ്കിൽ തേർഡ് വേവ് എപ്പോഴും ചാനലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെ? ഈ സെക്കൻഡ് വേവിൻ്റെ ഫോൾ വന്നല്ലോ, അത് തീരെ ചെറുതായിരിക്കും. സെക്കൻഡ് വേവിൻ്റെ ഫോൾ തീരെ ചെറുതായി, ഇത് കണ്ടു തീരെ ചെറുതാണ്. സോ ഇത് നമുക്ക് ഫസ്റ്റ് വേവ് കൂടുതലായിരിക്കും, സെക്കൻഡ് ഫോൾ തീരെ ചെറുതായിരിക്കും. ദാറ്റ് മീൻസ് അവർ ഒത്തിരി ബുള്ളിഷാണ് തേർഡ് വേവിൽ. സോ തേർഡ് ചാനലിലായിരിക്കുള്ളൂ. തേർഡ് വേവിൻ്റെ ഒരു റൂളാണ്, തേർഡ് ചാനലിൽ മാത്രമേ പോവുകയുള്ളൂ. അല്ലെങ്കിൽ തേർഡ് എക്സ്റ്റൻഷനിലാണെങ്കിൽ ചാനൽ മാത്രമേ പോകും, അല്ലെങ്കിൽ നേരെ അടിച്ച് ഇങ്ങനെ കയറി പോകും. അത്രയുള്ളൂ. തേർഡിൽ ഈ ഒരു പാറ്റേൺ മാത്രമേ ഫോം ചെയ്യാറുള്ളൂ ഇവർ. ഏത് ടൈം ഫ്രെയിം, 1 minute, 5 minutes, 15, 1 hour, 1 day, 1 month, ഏത് ടൈം ഫ്രെയിം നോക്കിയാലും അതിൽ ചാനലിൽ തന്നെ പോകുള്ളൂ. ചാനൽ പാറ്റേണും ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അത് ഐ തിങ്ക് റെഗുലർ വ്യൂവേഴ്സ്ക്ക് അറിയില്ലായിരിക്കും, അത് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇനി പറയാനുള്ളത് എനിക്ക് എന്താണ് എന്ന് വെച്ചാൽ, ഇന്ന് മൺഡേ ഇൻ കേസ് ക്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, ഫ്ലാറ്റ് ആണെങ്കിൽ ഫസ്റ്റ് പ്രൈസ് മുകളിലേക്ക് പോകേണ്ടതാണ്. ഫസ്റ്റ് പ്രൈസ് മുകളിലേക്ക് പോയിട്ട് ഫസ്റ്റ് 5 മൂവ് കംപ്ലീറ്റ് ചെയ്യും 1 degree. ഓക്കെ, 5 moves കംപ്ലീറ്റ് ചെയ്താൽ 1 degree. ആൻഡ് ദെൻ ഫോൾ വരേണ്ടത് ABC സ്ട്രക്ചറിൽ താഴേക്ക് ചെറിയൊരു ഫോൾ വരും. ഓക്കെ, ഇത്രേ ഉള്ളൂ ഇതിന് എനിക്ക് പറയാനുള്ളത്. ഇനി വേഗം നമ്മുടെ സ്ട്രക്ചറിലേക്ക് കിടക്കാം. ഇനി നെക്സ്റ്റ് എന്താണ്? ഇനി സ്മോളർ ടൈം ഫ്രെയിമിൽ സപ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് വരേണ്ടതാണ്, ഈ സപ്പോർട്ട്. ഇത് ഓക്കെ, 24,650 ഇതൊരു സപ്പോർട്ടാണ്. ഓക്കെ, ഗ്രീനാക്കി മാർക്ക്. റെസിസ്റ്റൻസ് നമ്മുടെ ഇന്നത്തെ ഹൈ ആണ്, റെസിസ്റ്റൻസ് ആയിട്ട് മാറും. യെസ്, ഇതിൻ്റെ ഇടയിലാണെങ്കിൽ സ്ട്രക്ചർ ടൈം പാസ് ആയിരിക്കുള്ളൂ, വെറും ടൈം പാസ് ആയിരിക്കും. ഇതിൻ്റെ അബവ് പോയാൽ മാത്രമേ പ്രൈസ് ഫിഫ്ത്ത് വേവിലേക്ക് മുകളിലേക്ക് പോകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക? ഈ 2 to 4 ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരച്ചോളൂ. ഓക്കെ, 2 to 4 ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരക്കണം. ആൻഡ് പിന്നെ 3 to 5 ഇത് വരും, ട്രെൻഡ് ലൈൻ വരും കേട്ടോ. അത് നമ്മുടെ ഇതുവരെ ആയിട്ടില്ല കേട്ടോ, സമയം എടുക്കും. ഓക്കെ, അത് ഇതുവരെ ഫോം ആയിട്ടുള്ളൂ. തേർഡ് വേവ് അല്ലേ ഫോം ആയിട്ടുള്ളത്. എക്സ്പെൻഡഡ്, ഐ തിങ്ക് എക്സ്പെൻഡഡ് ആണ് അത്.
എക്സ്പെൻഡ് ആക്കി വെച്ചിട്ടുണ്ട് അവർ. ഈ എക്സ്പെൻഡ് നമ്മുടെ മോസ്റ്റ്ലി നമ്മൾ വരച്ച് വെച്ചേക്കണം കേട്ടോ. റീസൺ എന്താ വെച്ചാൽ നമ്മുടെ നമുക്കറിയാൻ പറ്റും ഏത് വേവ് എക്സ്പെൻഡഡ് ആണ്. അപ്പോൾ എക്സ്പെൻഡഡ് ആണെങ്കിൽ അത്രയ്ക്ക് വലിയൊരു റിസൾട്ട് നമുക്ക് കിട്ടും അപ്കമിങ് ടൈമിൽ. അതാണ് അതിൻ്റെ ഒരു ഓക്കെ. സോ ഇതാണ് സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, അത്ര ഡീപ്ലി ഞാൻ പറഞ്ഞു തരുകയാണ്. സോ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട എല്ലാവരും കൂടി ലൈക്ക് ചെയ്യണം. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ കഴിഞ്ഞു അനാലിസിസ്. വേഗം നമ്മുടെ ബിഗർ ടൈം ഫ്രെയിമിൽ വരാം. സ്ട്രക്ചർ ഇത്തിരി ഇതായി കിടക്കണേ. ഓക്കെ, നിയറസ്റ്റ് നമ്മുടെ ഫസ്റ്റ് സപ്പോർട്ടാണ് ബിഗർ ടൈം ഫ്രെയിമിൽ ഇതിൻ്റെ ബിലോ പ്രൈസ് 24,475. ഇതിൻ്റെ ബിലോ പ്രൈസ് പോവുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിൽ ബിയറിഷ് ആവുകയുള്ളൂ. അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഈ ഒരു ലോഡ് ബിലോ പ്രൈസ് പോവുകയാണെങ്കിൽ നമ്മുടെ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഇത് ബിയറിഷ് ആവുകയുള്ളൂ ബിഗർ ടൈം ഫ്രെയിമിൽ വേണ്ടി. അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ബിയറിഷ് അല്ല എന്ന് വെച്ചാൽ നമ്മുടെ ഫോർത്തിൻ്റെ ഫോൾ ഓൺ ഗോയിങ് ആണ്. 4th ഡിഗ്രിയുടെ ഫോൾ ഓൺ ഗോയിങ്, 5th ഡിഗ്രി സ്റ്റിൽ കിടക്കുന്നു. 5th ഡിഗ്രി നമ്മുടെ 5th വേവ് നമ്മുടെ സ്റ്റിൽ മുകളിലേക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഓക്കെ, ബിഗർ ടൈം ഫ്രെയിമിൻ്റെ അനാലിസിസ് ആണ്. പിന്നെ വരുന്നത് നമ്മുടെ 1 hour ടൈം ഫ്രെയിമിൽ നമ്മൾ പോവുക. ഓക്കെ, ഞാൻ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യണം മുകളിലത്തെ ലെവൽസ്, അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, ഈ 3 ലെവൽസാണ് ഇപ്പോൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തത്. ഓക്കെ, ഇനി 1 hour നമ്മൾ നോക്കുകയാണെങ്കിൽ 1 hour ബേസിൽ നമ്മൾ ഫസ്റ്റ് പ്രൈസ് ആക്ഷൻ ബേസ് നോക്കുകയാണ്. പ്രൈസ് ആക്ഷൻ ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇവിടെ ഹയർ ഹൈ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഹൈ ഇത് അടിച്ചായിരുന്നല്ലോ. ഓക്കെ, ഈ ഹൈ ആസ് പെർ പ്രൈസ് ആക്ഷൻ നമ്മുടെ SMC സ്മാർട്ട് മണി കോൺസെപ്റ്റുകാർ അവർ ഇത് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, പ്രൈസ് ഇവിടെ ബ്രേക്ക് ഔട്ട് ഓഫ് സ്ട്രക്ചർ കാണിച്ചു. ഓക്കെ, BOS ആയല്ലോ. ഓക്കെ, അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ BOS എന്ന് പറഞ്ഞാൽ എന്താ സംഭവമാണ്. BOS ആയി ഉണ്ടായി ഇവിടെ BOS ഇത് ഹയർ ഹൈ ആൻഡ് ദെൻ BOS ആയി. സോ BOS ആയി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ബ്രേക്ക് ഔട്ട് ഓഫ് സ്ട്രക്ചർ, ദാറ്റ് മീൻസ് പ്രൈസ് ബുള്ളിഷ് ആണ്. താഴേക്ക് വന്ന് ലിക്വിഡിറ്റി എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ലിക്വിഡിറ്റി എടുത്തതിന് പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോകേണ്ടതാണ്. അതാണ് അതിൻ്റെ റൂൾ. BOS സ്മാർട്ട് മണി കോൺസെപ്റ്റിൻ്റെ ഒരു വീഡിയോസ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നോക്കുകയാണെങ്കിൽ അതും സ്മാർട്ട് മണി കോൺസെപ്റ്റ് വർക്ക് ചെയ്യാറുണ്ട്, ഇല്ല എന്നല്ല. ബട്ട് എലിറ്റ് വേവിൻ്റെ തിയറി വേറെയാണ്, SMC വേറെയാണ്. ഓക്കെ, സ്മാർട്ട് മണി കോൺസെപ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ SL ഇത് തന്നെ വരും അപ്പോഴും. ഓക്കെ, ഇത് 24,500 470 ബിലോ. ഡെയിലി ടൈം ഫ്രെയിമിൽ 1 or 2 ക്ലോസിങ് ഇതിൻ്റെ ബിലോ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ, ഈ ഒരു ലെവലിൻ്റെ ബിലോ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വീക്ക്നെസ് സ്റ്റാർട്ടാവും. ഫർദർ ഡൗൺഫോൾ, ഹ്യൂജ് ഡൗൺഫോൾ ആയാലും അത് കിട്ടും. ഇതുവരെ ഞാൻ വീക്കല്ല, ഞാൻ ഇപ്പോൾ സ്റ്റിൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുകളിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ, മുകളിലേക്കാണ്. ഇത് 4th വേവിൻ്റെ ഫോളാണ്. സ്റ്റിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മുകളിലേക്ക് 25,000, 25,200, 400. ഇതൊരു ലേണിംഗ് വീഡിയോ ആണ്. ഈ ബേസിലാരും ട്രേഡ് ചെയ്യരുത്. സോ ജസ്റ്റ് ഒരു വ്യൂ ആണ് നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, പിന്നെ നമ്മുടെ ഓവറോൾ സ്ട്രക്ചറിൽ നമ്മുടെ ഞാൻ എന്തിൻ്റെ ബുള്ളിഷാണ്, അതും ഒരു റീസൺ വേണമല്ലോ. റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇവിടെ തന്നെ ഫ്രം ബോട്ടം ടു ഇവിടെ വരെ ഫിബൊനാച്ചി നമ്മൾ യൂസ് ചെയ്യണം. ഈ ഫിബൊക്കെ ആണെങ്കിൽ ഫ്രം ബോട്ടം ടു ഇപ്പം അടിച്ച ഹൈ. ഓക്കെ, ഫ്രം ബോട്ടം ടു ഇപ്പോൾ അടിച്ച ഹൈ നമ്മൾ ഫിബ് വെച്ച് നോക്കുകയാണെങ്കിൽ കണ്ട പ്രൈസ് സ്റ്റിൽ 23.60% അബവ് ആണ്. ദാറ്റ് മീൻസ് ഇതുവരെ വീക്ക്നെസ്സിൻ്റെ ഫസ്റ്റ് സൈൻ പോലും തന്നിട്ടില്ല. മനസ്സിലായോ? വീക്ക്നെസ്സിൻ്റെ ഫസ്റ്റ് സൈൻ പോലും തന്നിട്ടില്ല. ദാറ്റ് മീൻസ് പ്രൈസ് മുകളിലത്തെ ആ ഒരു എക്സ്റ്റൻഷൻ്റെ നമ്മുടെ ഫിബിൻ്റെ ആ മുകളിലത്തെ ബോക്സിൽ തന്നെ ഉള്ളൂ. ഇതുവരെ കൺസോളിഡേഷൻ ആണെന്ന് നടക്കുന്നത്. അല്ലാണ്ട് ഇതിൻ്റെ ഒരു വീക്ക്നെസ് സൈൻ പോലെ കിട്ടിയിട്ടില്ല നമുക്ക്. അതാണ് ഫിബൊനാച്ചി നമ്മൾ പ്രോപ്പർലി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും വാട്ട് ഇസ് ഇത് 1 hour പ്രൈസ് വീക്ക്നെസ്സിലേക്ക് വന്നിട്ടില്ല ആൻഡ് ബുള്ളിഷാണ്. ഓക്കെ, ഇനി നമ്മൾ 1 hour ചാർട്ടിൽ വീണ്ടും പോവുക. 1 hour ചാർട്ടിൽ പോയി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രൈസ് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓർഡർ ബ്ലോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 hour OB ആണ്. അത് ഇപ്പോൾ ബ്രേക്കർ ബ്ലോക്ക് ആയി തിങ്ക്. ഓക്കെ, സോ ഇത് ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് ഇപ്പോൾ ഇൻട്രാഡേ പർപ്പസിൽ അത് മാർക്ക് ചെയ്യുക നമുക്ക്. ഓക്കെ, ഈ ഇൻട്രാഡേ പർപ്പസിൽ നമുക്കത് റെസിസ്റ്റൻസ് ആണ് മാർക്ക് ചെയ്യുക. സോ ഇനി ഇതിൻ്റെ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ അനാലിസിസ് മനസ്സിലായല്ലോ. ഇതിൻ്റെ ബിലോ 24,500 or 470, 500 കൂട്ടിക്കുക ഓവറോൾ. കാരണം വെച്ചാൽ ഓപ്പൺ ഇസിക്കൽ ടു ഹൈ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ ഓപ്പൺ ഇസിക്കൽ ടു ഹൈ ഇവിടെയാണ് കാണിക്കുന്നത്. ഓക്കെ, ബട്ട് സ്മോൾ ടൈം 15 minutes or 1 hour ഇവിടെയാണ് കാണിക്കുന്നത്. സോ ഓവറോൾ ട്രാപ്പാണ്. ഇതിൻ്റെ ബിലോ 24,470 ബിലോ വെച്ച് കൂട്ടിക്കും. സോ അതിൻ്റെ ബിലോ പ്രൈസ് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി കൺഫർമേഷൻ അപ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ബിയറി സൈഡിലേക്ക് ആയി. ഓക്കെ,
ഇനി വേഗം വേഗം ഇൻട്രഡേ ലെവൽസ് ഒത്തിരി വീഡിയോ ലോങ് ആയി. സോ നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇത് തന്നെയാണ്. ഇവിടെ ഒരു നിയറസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് ഇതായിരിക്കുള്ളൂ. ഓക്കെ, എല്ലാവരും ബിയറിഷാണ്. വാറിൻ്റെ ന്യൂസ് പറഞ്ഞാൽ എല്ലാവരും ഒത്തിരി കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ബട്ട് വാറിൻ്റെ ന്യൂസ് ബേസിൽ മാർക്കറ്റ് വാറിൻ്റെ ന്യൂസിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്യും, മീൻസ് ആക്ട് ചെയ്യും. ബട്ട് പ്രോപ്പർലി മൂവ് വരുന്നത് നമ്മുടെ ഈ ബേസിലാണ്, എന്ന് വെച്ചാൽ നമ്മുടെ ചാർട്ടിൻ്റെ ബേസിലാണ്. ചാർട്ടിൽ ചാർട്ട് ഓർ പ്രൈസ് ആക്ഷൻ എന്താ പറയുന്നത് ആ ഒരു ബേസിലായിരിക്കും. എന്ന് വെച്ചാൽ അവിടെ നടക്കുന്നത് വേറെയാണ്, ഇവിടെ നടക്കുന്നത് വേറെയാണ്. നമ്മുടെ ഇന്ത്യൻ എക്കണോമി ബേസിനോട് നോക്കുകയാണെങ്കിൽ അത്ര നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്ക് എന്താ എഫക്റ്റ് ചെയ്യുന്നത് ആ ബേസിലായിരിക്കും മാർക്കറ്റിൻ്റെ ബിഹേവിയർ. സോ ഗ്യാപ് ഡൗൺ വന്നു, ദെൻ അവിടെ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു, ഓർ ബൈങ് വന്നു എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ബട്ട് യെസ്, പ്രൈസ് അവിടെ നിന്ന് വീണ്ടും ഷാർപ്പ്ലി ബൗൺസ് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മുടെ ഇതിലിപ്പോൾ വീക്ക്നെസ് കാണുന്നില്ല. സോ ഇത്രയ്ക്ക് ലെവൽസാണ്. ഈ ലെവൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24,640 ഇത് ബ്രേക്ക് ചെയ്യുന്ന പ്രൈസ് പിന്നെ സഡൻ താഴേക്ക് വരും. ഓക്കെ, താഴേക്ക് വന്നിട്ടാണ് പിന്നെ നമുക്ക് ഉള്ളൂ. ബാക്കി പിന്നെ ഇവിടുന്ന് അതുപോലെ തന്നെ മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഫിഫ്ത്ത് വേവ് സ്മോൾ ടൈമിന് ഫിഫ്ത്ത് വേവ് കംപ്ലീറ്റ് ആവും. ഫിഫ്ത്ത് വേവ് 1 ഡിഗ്രി താഴേക്ക് പിന്നെ ABC ആയിട്ടാണ് പ്രൈസ് പിന്നെ താഴേക്ക് വീഴത്തുള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഫിബ് വെക്കണം. അതാണ് ഈ 2-3 പേര് ഐ തിങ്ക് ഇതിനകത്ത് അവർ പെർഫെക്റ്റ്ലി അവർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് പെർഫെക്റ്റ്ലി പിൻ പോയിൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ മേ ബി ചിലപ്പോൾ അവർ പല ഗ്രൂപ്പ്സിലും സോ ഞാൻ ഇടയ്ക്കൊക്കെ അത് ഷെയർ ചെയ്യാറുണ്ട്, വ്യൂസ് കാര്യങ്ങളൊക്കെ. സോ മനസ്സിലാക്കി എടുക്കണം എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ മൂവ് ബിഹേവിയർ, എങ്ങനെയാണ് നമ്മൾ എപ്പോഴാണ് വെക്കേണ്ടത്, ഫിബ് എക്സ്റ്റെൻഡഡ് ഫിബ് എപ്പോഴാണ് വെക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഫിബനാച്ചി തിരിച്ച് വെക്കണം അല്ലെങ്കിൽ നേരെ വെക്കണം. അത് വീഡിയോസ് നോക്കിയാലേ നമുക്ക് പ്രോപ്പർലി അറിയാൻ പറ്റുള്ളൂ. ഇനി ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം, സമയം കളയുന്നില്ല, ഒത്തിരി ലോങ് ആയി വീഡിയോ. ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബിലോ വീക്ക്നെസ് റെസിസ്റ്റൻസ് ഇത് തന്നെയാണ്. ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ പോകുന്ന നോക്കുകയാണെങ്കിൽ ഇത് 1 2 ഫോൾ വന്നു, ഇവിടെ ഹൈബ്രിഡ് ദെൻ 3, ഇത് 4 and 5. ഇത് ഡീനൽ ബട്ടൻ്റെ പ്രോപ്പർ റൂളായിരുന്നു ഇതിൻ്റെ എക്സാക്ട്ലി. കണ്ടോ, ഇതായിരുന്നു 3 to 5 റിട്ടേൺ ലൈൻ ആൻഡ് 2 to 4 റിട്ടേൺ ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആൻറ്റിനൽ പാറ്റേൺ ഫോം ചെയ്തായിരുന്നു. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ആയി. ആൻഡ് ദെൻ പ്രൈസ് ABC കണ്ടോ 1 2 3 4 5 ആൻഡ് ABC താഴേക്ക് വന്നു. ആൻഡ് ദെൻ വെച്ച് നോക്കണം എപ്പോഴേ നമുക്ക് ആ പ്രോപ്പർലി ഫിബനാച്ചി വെച്ച് നോക്കുക. 1 ഡിഗ്രി കഴിഞ്ഞാൽ ഫോൾ വന്നുകൊണ്ടോ 61.80%. അവിടെ നിന്ന് പ്രോപ്പർലി അവർ ബ്ലോക്ക്. അതാണ് പിൻ പോയിൻ്റ്. എൻ്റെ അടുത്ത് ചോദിച്ചത് പിൻ പോയിൻ്റ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ പിൻ പോയിൻ്റ് നമുക്ക് അത് അറിയുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഫിബനാച്ചി, ഏത് ഫിബനാച്ചി വെക്കേണ്ടതാണ്, എങ്ങനെയാണ് വെക്കേണ്ടത്, അത് നമ്മൾ നോക്കുകയാണെങ്കിൽ പിൻ പോയിൻ്റ് തന്നെ വർക്ക് ചെയ്യുള്ളൂ. അതാണ് പിൻ പോയിൻ്റ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് ഇപ്പോഴും. എന്ന് വെച്ചാൽ കുറച്ച് എക്സ്പീരിയൻസ് ആയി, ഇനി എക്സ്പീരിയൻസ് വരണം. കാരണം വെച്ചാൽ പഠിച്ചാലേ നമുക്കത് മാർക്കറ്റിൽ പ്രോപ്പർലി മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ഇത് ഇപ്പോൾ സ്റ്റിൽ ഐ തിങ്ക് പ്രൈസ് ഇനി പിന്നെ ഒരു കൺഫർമേഷൻ ഇങ്ങനെ കിട്ടിയെന്ന് അറിയാമോ. ഇപ്പോൾ ഇത് 1 2 3 4 5 കംപ്ലീറ്റ് ചെയ്ത് ABC താഴേക്ക് വന്നു. പിന്നെ ഈ എൻഡിങ് നാളിൻ്റെ അകത്ത് തന്നെ അവർ ക്ലോസിങ് ചെയ്യണേ. കണ്ട, എൻഡിങ് നാളിൽ അവർ റെസിസ്റ്റൻസ് എടുക്കുന്നു, അതിൻ്റെ അകത്ത് പ്രൈസ് വീണ്ടും കൊണ്ടുപോയി. സോ ആ കൺഫർമേഷനായി. ദാറ്റ് മീൻസ് ഇവർ ഇനി തേർഡ് വേവിലേക്ക് എൻറ്റർഡ് ആവാൻ പോവുക. മനസ്സിലായ? തേർഡ് ഡിഗ്രി എന്ന് പറഞ്ഞു നിങ്ങൾ. 1 വേവ് 5 മൂവ്സ് കഴിഞ്ഞാൽ 1 വേവ്, സെക്കൻഡ് വേവ് ABC കഴിഞ്ഞാൽ സെക്കൻഡ് വേവ്, തേർഡ് വേവിൻ്റെ അതിലേക്ക് എൻറ്റേർഡ് ആയി. അതാണ് അതിൻ്റെ ഉദ്ദേശം. ഓക്കെ, അത് മനസ്സിലാക്കണം പ്രോപ്പർലി നമ്മൾ. ഓക്കെ, സോ ഇത് ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ആവശ്യമില്ല ഇനി. സോ ഇത് BNF ഐ തിങ്ക് ബുള്ളിഷാണ്. പ്രൈസ് ഇനി മുകളിലേക്ക് കൊണ്ടുപോകുന്നവർ. ഇതിൻ്റെ റെസിസ്റ്റൻസ് വരുന്നത് ഈ ഡേ ലോ ഇതായിരിക്കുള്ളൂ റെസിസ്റ്റൻസ്. ഓക്കെ, ഈ യെസ്റ്റർഡേ ലോ. ഓക്കെ, ബാക്കി ഇന്നത്തെ വേറൊന്നും എനിക്ക് പറയാനൊന്നുമില്ല. സെൻസെക്സ് പോകാം. സെൻസെക്സ് നിഫ്റ്റിയുടെ പോലെ തന്നെയാണ് നമ്മൾ യൂഷ്വലി മൂവ് ചെയ്യാറുള്ളൂ. സെൻസെക്സിൽ പ്രോപ്പർലി ഇത് തന്നെ അവർ എൻഡിനൽ ബട്ടൺ. യെസ്, അത് തന്നെ. ഇനി ഞാനൊന്നും പറയണില്ല, ബാക്കിയെല്ലാം അറിയാലോ. ഇപ്പോൾ റെസിസ്റ്റൻസ് ഇത് ഹൈ തന്നെ, 1 ഡിഗ്രിയുടെ ഹൈ, സെക്കൻഡ് ഡിഗ്രിയുടെ ലോ ആണ് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഇത് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ചില സമയത്ത് ഇത് തിരിഞ്ഞു പോകും കേട്ടോ, കറക്റ്റായിട്ട് വെച്ചേക്കണം എല്ലാവരും കൂടി. ഓക്കെ, സോ ഇതിൻ്റെ അബവ് തന്നെ 81,236 അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് സെൻസെക്സ് വീണ്ടും ബുള്ളിഷ് ആകും. റെസിസ്റ്റൻസ് ഇത്
ഓക്കെ, ഈ സ്റ്റാർട്ടിങ് മനസ്സിലാവുന്നില്ലെങ്കിൽ സ്കാൽപ്പ് ചെയ്യുക കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ നമുക്ക്, എല്ലാവർക്കും മനസ്സിലാവുന്നൊന്നുമില്ലല്ലോ. സോ മനസ്സിലാവുന്നില്ലെങ്കിൽ പ്ലീസ് എല്ലാവരും കൂടി സ്കാൽപ്പ് ചെയ്യുക, അതാണ് കുറച്ചുകൂടി ബെറ്റർ. ആ ഡയറക്ഷനിൽ സ്കാൽപ്പ് ചെയ്യുക. ഈവൻ നിങ്ങൾക്ക് ഡയറക്ഷൻ മനസ്സിലായിട്ടുണ്ടാവുള്ളൂ. ഡയറക്ഷൻ മനസ്സിലായിട്ടുണ്ട്, ദാറ്റ് മീൻസ് പ്രൈസ് ഇപ്പോൾ ഇനി ബുള്ളിഷിലേക്കാണ്, അപ്പോൾ ഏത് ട്രേഡ് നമുക്ക് എടുക്കേണ്ടതാണ്. ഓക്കെ, ഫോൾ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇതിൻ്റെ ഫോളാണ്, അപ്പോൾ ആ ഫോൾ വരികയാണെങ്കിൽ ഡിഗ്രിയുടെ ഫോൾ വരികയാണെങ്കിൽ നമുക്ക് ഏത് സി ആണോ എടുക്കേണ്ടത്, ബി എടുക്കേണ്ടത്, ഏത് ട്രേഡ് എടുക്കേണ്ടതാണ്. ഓക്കെ, ഇതിനകത്ത് ഫോർദർ ലോ ഫോൾ ഇതിൻ്റെ ബില്ല് വരികയുള്ളൂ. ഓക്കെ, യെസ്. പിന്നെ ബാക്കി ലെവൽസ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പ്രോപ്പർലി, അത് ഞാൻ എന്ന് പറഞ്ഞു ഭയങ്കര എക്സെൻഷ്യലി പോയി. ഇനി എന്തായാലും അതിൻ്റെ ഫോൾ വന്നു. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൻ്റെ ട്രേഡ് ചെയ്യണമെങ്കിൽ പറയണം, എന്നിട്ട് ഇതിൻ്റെ പ്രോപ്പർ അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഐ തിങ്ക് ഇതിൻ്റെ ഫോൾ ഇനി കഴിഞ്ഞു മേ ബി, കാരണം ബൗൺസ് വന്നിട്ട് ചിലപ്പോൾ വീണ്ടും ഫോൾ നടത്തുള്ളൂ. ബുള്ളിഷ് ഇതിൻ്റെ അഭാവം ആവുള്ളൂ കേട്ടോ, ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ്റെ അഭാവം തന്നെ ബുള്ളിഷ് ആവുള്ളൂ. പ്രോപ്പർലി ഈ ഗ്യാപ്പ് റെസിസ്റ്റൻസ് ആയിട്ടാണ് മാറിയിരിക്കുന്നത്. ഇതിൻ്റെ ലെവൽസൊക്കെ എല്ലാം അതുപോലെ തന്നെയാണ്, ചേഞ്ചസ് ഒന്നും വരുന്നില്ല. സപ്പോർട്ട് ഇതാണ്, വീക്ക്നെസ് ഈ ഒരു ലോഡ് ബില്ല് തന്നെ വരുള്ളൂ. ഓക്കെ, വീഡിയോ ഒത്തിരി ലോങ് ആയി, സോ ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനൊന്നുമില്ല. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി, നോ പ്രോബ്ലം. ഞാൻ ആ കമൻറ്റിന് റിപ്ലൈ തീർച്ചയായിട്ടും തരാനുണ്ട്. പിന്നെ എല്ലാവരും ഷെയർ ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം, ബെൽ ഐക്കൺ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. സോ പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.